ദൈവത്തിന് മഹത്വം. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. ഇതിന്റെ പശ്ചാത്തല ഭാഗം അറിയാം. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്ത് കനാനിലോട്ട് പോകുകയാ. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് പ്രധാനപ്പെട്ട ശിക്ഷകൾ നടത്തി. എണ്ണി തിട്ടമെടുത്തത് 2 പേരുടെ ശിഷ്ടമുള്ളവർ മരുഭൂമിയിൽ പട്ടുപോയി. ശേഷമുള്ളവരാണ് കനാനിലേക്ക് പ്രവേശിച്ചത്. ഇതിനിടയ്ക്ക് നടത്തിപ്പുകാരൻ മോശ മരിച്ചു, അഹരോൻ മരിച്ചു, മിറിയാം മരിച്ചു. ആമേൻ. പലരും കടന്നുപോയി. ആമേൻ. പറ്റി നിന്ന 2 പേര് കാലേബും യോശുവയും ഒഴികെ എണ്ണിത്തിട്ടമെടുത്ത പലരും പട്ടുപോയി. അവർ 2 പേരും കനാനിൽ പ്രവേശിപ്പാനും ഇടയായി. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന വേളയിൽ ഇവര് വേറെ പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചിരിക്കുക. ആ നാട്ടിലെ രാജാവാകുന്ന ബാരാക്ക് ഇവര് പാളയത്തിന്റെയും രീതിയും പാർപ്പിടം കൊണ്ട് ഞെട്ടി. 2 കാരണത്താൽ ഞെട്ടി. ഒന്ന്, ജനം വളരെയാ. 2, കാളവയലിലെ പുല്ല് നക്കിക്കളയും പോലെ ജാതി നമ്മളെ നക്കിക്കൊല്ലും. അപ്പോൾ പേടിച്ചരണ്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ ഭയമായി. അപ്പൊ പിന്നെ പോംവഴി എന്താന്ന് ചോദിച്ചു. പോംവഴി ഒന്നുണ്ട്. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്. ആരാ? ബിലയാം. എന്താ പുള്ളിയുടെ രീതി? പുള്ളി പ്രാഗി കൊല്ലും, ശപിച്ചു കൊല്ലും. പുള്ളിയുടെ ശുശ്രൂഷ അങ്ങനെ. എന്നാൽ നമുക്ക് പുള്ളിയൊന്ന് വിളിക്കാം. അങ്ങനെ മെസൊപ്പൊത്താമിയയിലെ പദോറിൽ നിന്ന് ബെയോറിന്റെ മകനാകുന്ന ബിലയാമിനെ കൂലിക്ക് വിളിച്ചു വരുത്തുകയാ. ഇസ്രായേൽ മക്കളെ പ്രാഗിക്കൊല്ലാൻ, ശപിച്ചു കൊല്ലാൻ. വിസ്തരിക്കുന്നില്ല, ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. വടികൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. കഴുതയും ദൂതനുമായിട്ടുള്ള ആ രീതികളൊക്കെ നിങ്ങൾക്കറിയാം. കാല് ഞെക്കി ദൂതൻ മുന്നിൽ നിൽക്കുന്നു. ഇടുക്ക് വടി കൂടെ വന്നു. അങ്ങനെ കഴുതക്കെട്ട് ബിലയാമടിച്ചു. ആ ദൈവം തമ്പുരാൻ കഴുതയുടെ വായങ്ങ് തുറന്നു. അത് ബിലയാമരുടെ 3 വട്ടം നീ എന്നെ അടിപ്പാൻ ഞാൻ നിന്നോട് എന്തോ ചെയ്തു. അപ്പം ബിലയാം പറഞ്ഞ കയ്യിൽ വാളുണ്ടായിരുന്നതിനെ വെട്ടിക്കൊന്നേനും. എങ്കിലും ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്റെ കണ്ണടഞ്ഞപ്പോൾ കഴുതയുടെ കണ്ണ് ദൈവം തുറന്നു. അങ്ങനെ എൻ്റെ ഭാഷ പറഞ്ഞ ബാരാക്കിൻ്റെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ജാതി വന്ന് ഇങ്ങനെ പരന്ന് കിടക്കുന്നു. ഇനി അവരെ പ്രാഗിക്കൊല്ലണം, ശപിച്ചു കൊല്ലണം. ബിലയാം പറഞ്ഞു, നോക്കട്ടെ, എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി പേര് ഇങ്ങനെ ചത്തിട്ടുണ്ട്, ഇത് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നോക്കി ഒന്ന് പ്രാഗിയാട്ടെ. അങ്ങനെ ബിലയാമിനും ഈ മോവാബ് സമഭൂമിയിലെ 3 പ്രത്യേക പോയിന്റ് കയറ്റി. ഒന്ന്, ആമേൻ സ്തോത്രം, സോബി മലയുടെ മുകളിൽ കയറ്റി, പയോർ മലയുടെ മുകളിൽ കയറ്റി, ബാമോത്ത് ബാലി കൊണ്ടുപോയി. 3 പ്രധാന പോയിന്റ് നിർത്തി ഇസ്രായേൽ മക്കളെ ഇങ്ങനെ കണ്ടു. ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 3 പോയിന്റിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ താഴ്വരയിൽ പടർന്ന് കിടക്കുക. അത് കണ്ടേച്ച് ശപിക്കാനാ വന്നത്. കാശ് മേടിച്ചത് ശപിക്കാനാ, കാശെല്ലാം കൊടുത്തത് ആമെ പ്രാഗി കൊല്ലാനാ. പക്ഷേ ആമൻ ശാപവാക്കുകൾ ഉച്ചരിപ്പാൻ വാ തുറന്നെങ്കിലും സർവജ്ഞനാകിയ ദൈവം തമ്പുരാൻ ബിലയാമിന്റെ വായിൽ കൂടി അനുഗ്രഹത്തിന്റെ വചസ് അങ്ങോട്ട് ഉരുവിടാൻ തുടങ്ങി. അങ്ങനെ അനുഗ്രഹ വചസ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ വാക്യമാ 23-ന്റെ 23-ാം വാക്യത്തിന്റെ പ്രാരംഭവാക്യം. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ആ വിചാരം യാക്കോബിന് പറ്റാത്തത്? 1-2 കാര്യങ്ങൾ നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ആ വിചാരം പറ്റാത്തത്? പല ദൈവമക്കളും പല പ്രിയപ്പെട്ടവർക്ക് ഇതിൽ പേടിയാ. ഏതാ? ക്ഷുദ്രം, മന്ത്രം, കൂടോത്രം, ആ വിചാരം, കെട്ട്, അങ്ങനെയൊക്കെ എല്ലാവർക്കും പേടിയാ. ചില പറഞ്ഞ പാസ്റ്റേ ഇതിൽ ഒരു വരത്തുപോക്കുണ്ട്. ഉണ്ട് നമ്മൾ തന്നെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയ നമ്മളെ വലുതാര് വരാനാ? വരത്തുപോക്ക്. എന്നോടൊരാൾ പറഞ്ഞു ഉരുളി കമത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കട്ടിലിനടിയിലും 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഉരുളി പിന്നെ കമത്തിയല്ലാതെ മലത്തിയാണോ വെക്കുന്നത്? പറയാം മാമേ, ഉരുളി കമത്തിയാണോ മലത്തിയാണോ വെക്കുന്നത്? കമത്തിയാ വെക്കുന്നത്. ചുമ്മാ പിച്ചും ഭ്രാന്തും പറയുക. ഉരുളി കമത്തി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ഇങ്ങനെ കിലികിലികിലാണ് ശബ്ദം കേൾക്കാം. 2.5 പട്ടി തൊടല് പൊട്ടിച്ച് പോയതാ. സ്തോത്രം പോലും പറയാതെ നിന്നെ എന്നാ ചെയ്യാനാ? പക്ഷേ അവരാ ചെയ്തേക്കുന്നത്. അതിനാ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഞങ്ങളെ പറിച്ചു മാറ്റണമെന്ന് ഉദ്ദേശിച്ച് അങ്ങനത്തെ ചെയ്യത്തിന് ശക്തിയാന്ന് ആ പാകിസ്ഥാനിൽ അതിൻ്റെ ഇന്ത്യയുടെ അതിരി പോയി ചെയ്യാൻ. അവരങ്ങ് പോട്ടെ. ആ ചെയ്യുന്ന ആളിനെ വിളിച്ചത് ഇവിടോട്ടൊന്ന് ചെയ്തുതരാം, അവരങ്ങ് പോക്കോട്ടെ. ഈ ഗവൺമെൻറ് കോടിക്കണക്കിന് ആ പട്ടാളത്തിന് കൊടുക്കുന്നത്, അതെല്ലാം നമുക്ക് ഗവൺമെൻറ്റിന് ലാഭമല്ലേ? നീ ആ ചെയ്തുകാരനുമായിട്ട് അങ്ങോട്ട് ചെന്ന് അല്ല, ആൾക്കാർക്കല്ല ഇങ്ങനത്തെ അന്ധവിശ്വാസം ഒത്തിരി ഉണ്ട്. അഭിചാരവും ക്ഷുദ്രവും മന്ത്രവും ഇല്ലെന്നല്ല വാദം. എന്നാൽ ദൈവമക്കളോട് പറയാ ഇതൊന്നും നിനക്ക് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദമുണ്ട്, മന്ത്രവാദികളുണ്ട്, ആഭിചാരമുണ്ട്, ആഭിചാരകന്മാരുണ്ട്, ക്ഷുദ്രക്കാരുണ്ട്, ബിംബാരാധികളുണ്ട്, കൂടോത്രം ചെയ്യുന്നവരുണ്ട്. അവൻ പല വിഷയങ്ങളുണ്ട്. എന്നാൽ ദൈവമക്കളോടൊരു കാര്യം പറയാ, ഇതൊന്നും നിന്നെ തൊടുകയില്ല.
യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന്റെ കാരണങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാം. ഒത്തിരി ഉണ്ട്, ഒന്ന് രണ്ടെണ്ണം ചിന്തിക്കാം. ഒന്ന്, ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചേ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ഒന്നുകൂടെ വായിച്ചേ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. മതി. അപ്പൊ ഈ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ 23-ന്റെ 22 കൊടുത്ത പദം കണ്ടോ? ബിലിയാം പറയുക, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നെന്ന്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ആഭിചാരം പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനമാ. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഇവര് മിസ്രൈം വിട്ട ജനമാ. ഇന്ന് രാത്രി ഒരു ദൈവ പൈതലിനോട് പറയാ, നീ മിസ്രൈമിനെ പൂർണ്ണമായി വിട്ടാൽ ഒരാഭിചാരവും നിന്നെ തൊടുകയില്ല. ഈ മിസ്രൈമിനെ എങ്ങനെയാ വിടുന്നത്? വിടാൻ വലിയ ബുദ്ധിമുട്ടാ. വിടാൻ യോസേഫിന്റെ കാലത്താ മിസ്രൈമിൽ എത്തിയത്. 70 പേര് വന്നെന്ന അങ്ങനെ എഴുതിയേക്കുന്നത്. 46, 27 ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യോ, ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യോ, 3 വാക്യത്തിൽ 70 പേര് വന്ന നവായിര്. 46, 27 കണ്ണിക തീരുന്നിടത്ത് ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു, അവിടെ അവകാശം സമ്പാദിച്ചു. 46-ന് 27 ആണോ? ഏറ്റവും സന്താനപുഷ്ടരായി പെരുകി. അതെ, 46-ന് 27. 46-ന്റെ ഇത് മൊത്തം മരച്ചും കുറിച്ച് വിട്ടേക്കുക. അത് 47 വായിച്ച. 46-ന്റെ 27. 46 ഇതല്ലേ? ഇനി 27 എടുക്കുക. ഈ കണ്ണിക തീരുന്നിടത്ത്. മിസ്രൈമിൽ നിന്ന് വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. മതി. അപ്പൊ ശ്രദ്ധിച്ചേ, പുള്ളി മുഴുവൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുക. മുഴുവൻ കുറിച്ചും എന്നിട്ടും എല്ലാം കുറിച്ച് വെച്ചിരിക്കുക. ഇനി പുറപ്പാട് 1-5. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേരായി. 70. ഇനി ആവർത്തനം 10:22. 10:22. അറിവുള്ള വാക്യം എന്തായാലും ഒന്ന് വായിച്ചു. ആവർത്തനം 10:22. എന്റെ പിതാക്കന്മാര് നിന്റെ പിതാക്കന്മാർ 70 ദേഹികള്. മതി. അപ്പോൾ പുറപ്പാട് പുസ്തകം 1-5, ഉൽപ്പത്തി 46, 27, ആവർത്തനം 10:22 70 പേര് വന്നെന്ന. ഇവർ വന്ന് ഗോശൻ ദേശത്ത് പാർത്തു. ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. പീഡിപ്പിക്കുന്നതോറും ജനം വർദ്ധിച്ചു. പുറപ്പാട് പുസ്തകം 1-5 മുതൽ അങ്ങനാണല്ലോ നമ്മൾ കാണുന്നതും വായിക്കുന്നതും. 8-ാം വാക്യം മുതൽ ശക്തമായ പീഡകളാണ്. ഈ ജനത്തെ ദൈവം അങ്ങ് വർദ്ധിപ്പിച്ചു. പീഡിപ്പിക്കുന്നതോറും ഇവർ വർദ്ധിപ്പിക്കുക. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും പീഡ വർദ്ധിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. അതിനനുസരിച്ച് അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും. അവിടെ പീഡ, അവിടെ പ്രശ്നം, അവിടെ അടിപിടി, അവിടെ ഉപദേശിമാരെ തല്ലുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. ധൈര്യപ്പെട്ടോണം, പ്രാർത്ഥിച്ചോണം, ബലപ്പെട്ടോണം. പീഡ വർദ്ധിക്കുന്തോറും ജനത്തെ ദൈവം ഒരുക്കിയെടുക്കാൻ പോകുകയാണ്. ഇങ്ങനെ ഇവര് മിസ്രയീമിൽ ഇവരെ വർദ്ധിപ്പിച്ചു. ദൈവം അങ്ങ് വർദ്ധിപ്പിച്ചു. പുതിയ ഫറവോൻ എഴുന്നേറ്റപ്പോ ഇവരുടെ സൂത്രത്തിൽ തന്ത്രത്തിൽ ഇടപെട്ട് പാകമൊക്കെ നിങ്ങൾക്കറിയാം. ഈ സമയത്ത് ദൈവം മോശയെ വിളിച്ചു വേർതിരിച്ചു. ജനത്തിന്റെ കഷ്ടത ദൈവം കണ്ടു, നിലവിളി ദൈവം കേട്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. അങ്ങനെ ഉദ്ധാരകനായിട്ട് മോശയെ തിരഞ്ഞെടുത്തു. മോശ പ്രാരംഭത്തിൽ ഒഴിവുകഴിവൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞു, കൂട്ടിന് വായായിട്ട് അകരോന്നിരിക്കും, കൂടെ വടിയുണ്ട്, ഞാനുമുണ്ട്. അങ്ങനെ മോശ ഫറവോനോട് ചെന്ന് പറഞ്ഞു, ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. അഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഈ ഓരോരോ പാറ വിട്ടിട്ടും ഫറവോന് മാനസാന്തരം ഒന്നുമില്ല. ഒരു പാറ പലത് വിട്ടിട്ടും പുള്ളിക്ക് ഒരു മാനസാന്തരമില്ല.
ഇങ്ങനെ വായിക്കുന്നത്. ബാധ വരും, മോശ എന്ന് പ്രാർത്ഥിക്കും, ബാധ മാറും, ഉടനെ ഫറവോന്റെ ഹൃദയം കഠിനമാകും. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ, ആ ഭാഗം പഠിച്ചാൽ 6 പ്രാവശ്യം ഫറവോൻ തന്നെത്താൻ ഹൃദയം അങ്ങ് കഠിനമാക്കി. 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ അങ്ങ് കഠിനമാക്കി. വായിച്ച് 6 പ്രാവശ്യം. ഞാനത് സന്ധ്യയ്ക്ക് നോട്ട് ചെയ്തു. 7-ാം അധ്യായം എടുത്തേ. 7-ാം അധ്യായത്തിന്റെ 13, 7-ന്റെ 22, 8-ന്റെ 15, 8-ന്റെ 19, 8-ന്റെ 32, 9-ന്റെ 7 ഒന്ന് വായിച്ചു. ആദ്യം 7:13 വായിച്ചു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു. അപ്പൊ ഒന്നാമത് കഠിനപ്പെടുത്തി. ഇനി അതിന്റെ 22 വായിച്ചേ. 22 എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്ന പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ പിന്നെയും കഠിനപ്പെടുത്തി. കണ്ടോ? അപ്പൊ ഇപ്പൊ എത്ര പ്രാവശ്യമായി? 2 പ്രാവശ്യം. ഇനി 8-ന്റെ 15. എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുളി ചെയ്തിരുന്ന പോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. 3. ഇനി 8-ന്റെ 19. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്ന പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഇനി 32, 8-ന്റെ 32 പെട്ടെന്ന്. എന്നാൽ ഫറവോൻ ഇപ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി. കണ്ടോ? ഇനി 9-ന്റെ 7. ഇസ്രായേലിലുള്ള മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു, എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഈ 6 സ്ഥലത്തും ഫറവോൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കുക. അപ്പോൾ 6 പ്രാവശ്യം ഇവൻ ഹൃദയം തന്നെത്താൻ കഠിനമാക്കി. നിങ്ങൾ വേറെ പുസ്തക സംഖ്യ പഠിക്കുമ്പോൾ 6 എന്നുള്ളത് മാനുഷിക കണക്കാണ്. മനുഷ്യന് കൊടുക്കാവുന്നതിന്റെ പരമാവധി സമയം ദൈവം കൊടുത്തു. അന്നേരമല്ല ഇവൻ ഹൃദയം കഠിനമാക്കുക. അനേക സമയം ദൈവം ഒരുക്കി കൊടുത്തു. ഇവൻ ഹൃദയം അനുദപിച്ച്, നിലവിളിച്ച്, മനം തിരിഞ്ഞ് മടങ്ങി വരാൻ ദൈവം അവസരം കൊടുത്തു. അന്നേരമല്ല ഇവൻ ഹൃദയം തന്നെത്താൻ കഠിനപ്പെടുത്തുക. 6 പ്രാവശ്യം ഹൃദയം തന്നെത്താൻ കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? 7-ാമത് ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. 6 പ്രാവശ്യം തന്നെത്താൻ കഠിനപ്പെടുത്തിയപ്പോൾ 7-ാമത് ദൈവം കഠിനമാക്കി. ആ 10-20 വായിച്ചേ. പുറപ്പാട് 10:20. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ജെയിംസ് മാസ്റ്റർക്ക് എന്തുവാ വെപ്രാളം വല്ലതും? എനിക്ക് അങ്ങ് തോന്നുന്നു. ശാന്തമായിട്ട് വായിച്ചാൽ മതി. ഒന്നുകൂടെ വായിച്ചേ. 10:20. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. 6 പ്രാവശ്യം ഇവൻ തന്നെത്താൻ ഹൃദയം കഠിനമാക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് 7-ാമത് ദൈവം ഇവന്റെ ഹൃദയം കഠിനമാക്കി. എന്നെ കേൾക്കുന്നവരോട് പറയുക, നിനക്ക് ധാരാളം അവസരം ദൈവം തരിക. ഇത് സുപ്രധാന കാലമാകും. ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. യേശുക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം. അവസരം നിനക്ക് ദൈവം തരിക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഒഴിവ് കഴിവ് പറയരുത്. തന്നെത്താൻ ഹൃദയം കഠിനമാക്കരുത്. അങ്ങനെ തന്നെത്താൻ ഹൃദയം കഠിനമാക്കിയാൽ ഒടുവിൽ ദൈവം നിന്റെ ഹൃദയത്തെ കഠിനമാക്കും. കേൾക്കണോ? ദൈവം കഠിനമാക്കി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ ആർക്കും ഇടവരരുത്. ഈ ബാധകളെല്ലാം അയച്ചിട്ട് ഇവന് മാനസാന്തരമില്ല. ഒടുവിൽ 10-ാമത്തെ ബാധ സംഹാരബാധയാ. ആ സംഹാരബാധ നമുക്കറിയാം. ആബീബ് മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരാട്ടുംകുട്ടിയെ തെരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതും ആണമായിരിക്കണം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിനെടുത്ത് ഈ സോപ്പ് ചെടികളുടെ കെട്ടിടത്തി കിണ്ണത്തി മുക്കി കട്ടിളക്കാർ 2-നും കുറുമടിമേൽ പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിട്ട് ചരമുറുക്കി തീയിൽ ചുട്ട കുഞ്ഞാടിന് കയ്പ് ചീരയും പുളിപ്പില്ലാത്ത അപ്പവും ഈ തീയിൽ ചുട്ട മാംസവും കൂട്ടിപ്പിടിച്ച് ഭുജിച്ച് അന്ന് രാത്രി ആരും വെളിയിലിറങ്ങരുത്. കാരണം എന്തെന്നറിയാമോ? അന്ന് രാത്രി സംഹാരദൂതൻ വന്ന് ഓരോ വീടിനും ആമൻ ലക്ഷ്യം വെച്ച് വരുമ്പോൾ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച കുടുംബങ്ങളിൽ രക്ഷയുണ്ട്. അല്ലാത്ത കുടുംബങ്ങളിൽ കടന്നു കയറി
ആദ്യജാതന്മാർ മാറ്റപ്പെടും. അതുകൊണ്ട് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. ഈ കുഞ്ഞാടിനെ അറുത്തത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നിഴല. നമുക്കറിയാം, അവൻ കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഒരു തർക്കവും കൂടാതെ വിളിച്ചു പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ വാക്യം നമുക്കറിയാം, നമ്മുടെ മസക കുഞ്ഞോട് അറുക്കപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവന് സിംഹാസനം സ്വർഗത്തിൽ കാണുന്നു. അവന് സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, വയോധികനായ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ കയ്യിൽ അകത്തും പുറത്തും എടുത്തുള്ളൊരു പുസ്തകം ഇരിക്കുന്നു. ആ പുസ്തകം വാങ്ങുവാൻ, പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല. അപ്പോൾ മൂപ്പന്മാർ ഒരുത്തമെന്ന് പറഞ്ഞു. ആ യോഹന്നാൻ കരഞ്ഞപ്പോൾ പറഞ്ഞു, യോഹന്നാനെ കരകണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാൻ അവിടുന്ന് ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ട യോഹന്നാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ഇന്ന് രാത്രി അറക്കപ്പെട്ട കുഞ്ഞാട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയിൽ ജീവനം തന്ന യേശുക്രിസ്തുവിന്റെ തിരുമരണത്തിന് നിഴലാണ് ഈ കുഞ്ഞാടിനെ അറത്തിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മിസ്രയീം വിടുക എന്ന് പറഞ്ഞാൽ, മിസ്രയീം ഇന്ന് വന്നവരെന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. അപചാരം പറ്റാത്തതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീം ഇന്ന് വന്നെന്നാ വായിച്ചേ. ഒന്നുകൂടെ വായിക്ക കേക്കട്ടെ. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. മതി. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീം വിട്ടവരാ. മിസ്രയീം വിട്ടെന്ന് പറഞ്ഞാൽ പാടിയാലൊന്നും നടക്കുകയല്ല. സന്ധ്യാകുമ്പോൾ നീട്ടി പാടും, മിസ്രയീമി താദിൽ കേദീപാൽ. ലൈലാൻഡിന്റെ വണ്ടി ചുരം കയറി പോകും പോലെ പാടിയത് കൊണ്ട് കാര്യമായില്ല. മിസ്രയീം വിടണം. ഈ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാ? മിസ്രയീം വിടുക എന്ന് പറഞ്ഞാൽ ഇവര് ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്ന്. ഈ കുഞ്ഞാട് യേശുക്രിസ്തുവിന്റെ നിഴല. പാപമില്ലാത്ത, ഊനമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത കുഞ്ഞാട്. യേശുക്രിസ്തുവിൽ പാപമില്ല. അവിടുന്ന് പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. കുറ്റിക്കൊടുത്ത യൂദായി ഒടുവിൽ പറഞ്ഞത്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു. മറ്റൊരോട് ഉണ്ടാതിരിക്കണോ? അവൻ അന്നേരം അവിടെ കിടന്ന് കുരുക്കൊപ്പിക്കുക. നീ ആളാന്ന് ഞങ്ങളെയും കൂടെ രക്ഷിക്കുക, നീയും അങ്ങ് രക്ഷിക്കുക. അന്നേരം ഇപ്പറ കിടന്നവൻ മനസാക്ഷിയും പായോ ഉള്ളവനാ. അവൻ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങ് പറയുടെ മുടിഞ്ഞവനെ ആണി കയറിയിട്ട് നീ ഒതുങ്ങുന്നില്ലല്ലോടാ. അതല്ലേ എൻ്റെ ആശയം. ആണി കയറ്റിയിട്ട് നീ 2018 വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോ? ഇവിടെ നിലമ്പൂരും വെള്ളപ്പൊക്കം വന്ന് അടിച്ചു തൂത്ത് 19 അവിടെ 18 വന്ന്, ഇവിടെ 19 വന്നു. അവിടെ 18 വന്നപ്പോൾ നിങ്ങളെല്ലാം സന്തോഷിച്ചു. നിലമ്പൂര് കുഴപ്പമില്ല, 19 അടിച്ചു തൂത്ത് കൊണ്ടുപോയി ഇല്ലേ? ഇവിടെ വെള്ളമില്ലായിരുന്നു. മുട്ടിക്കട വക്കരെ കയറിയില്ലല്ലോ. ഇപ്പോഴല്ലേ പാലമായത്. പാലമുണ്ട്, ചെറിയ പാലമല്ലേ ഇല്ലേ? ഒതുങ്ങിയോ? അന്നേരം ഒരു ചെറിയ ഒതുക്കം വന്നേ ഉള്ളു. അതാ എല്ലാവർക്കും അങ്ങനെ. ഈ പൂച്ച പുറകോട്ട് വലിയുമ്പോൾ നമ്മൾ ഓർക്കുന്ന പേടിച്ചിട്ടാണ്. അല്ലല്ല, ശക്തിയോടെ ചാടാനാ. അതെ, പൂച്ച ഇങ്ങനെ നമ്മൾ ഓർക്കും പേടിക്കുകയാണ്. അല്ലല്ല, ആയത്ത് വരാനാ. 18 വന്ന് ഒതുങ്ങിയില്ലല്ലോ, 19 ഒതുങ്ങിയില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ കോവിഡ്. ഒതുങ്ങിയോ? എല്ലാം മുഖപ്പെട്ട കെട്ടി കിടക്കുകയല്ലായിരുന്നോ? ഒതുങ്ങിയോ? ഒതുങ്ങുകയല്ല. എത്ര വന്നാലും പഠിക്കുകയല്ല. സ്തോത്രം. അതാ ദുഷ്പ്രവർത്തിക്കാരും, എടാ ആണി കയറിട്ട് നീ ഒതുങ്ങുന്നല്ലോ, ഉണ്ടാതിരിക്കടാ. ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാ ആണിയടിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദുഷ്പ്രവർത്തിക്കാരും സാക്ഷിച്ചത് അവിടുന്ന് നീതിമാനാണ്. വഴി നടന്നു പോയവരും ഭൂമിയെല്ലാം കുലുങ്ങി, അണ്ടകടാകമെല്ലാം ആടിയുലഞ്ഞ്, സൂര്യൻ കരിമ്പടം പോലെ കറുത്ത്, സ്തോത്രം, തിരുശീല ദൈവാലയത്തിന്റെ മേളിൽ നിന്ന് താഴോട്ട് ചിന്തി, പാറ പിളർന്നു, പാരിളകി, മരിച്ചവർ ചിലരൊക്കെ ഉയർത്ത് പ്രത്യക്ഷപ്പെട്ടു. ഈ കാര്യങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ വഴി നടന്നവർ ശതാധിപനുമൊക്കെ പറഞ്ഞു, അയ്യോ വാസ്തവമായിട്ട് നീതിമാനാ.
പീലാത്തോസും അതിനു മുമ്പ് വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും സ്വപ്ന ദർശനം ഉണ്ടായിട്ട് പറഞ്ഞു, എല്ലാവർക്കും എതിരെ വിധിക്കുന്നത് പോലെ നീതിമാന ദോഷമായിട്ടൊന്നും ഒപ്പിച്ചു വെച്ചേക്കരുത്. എല്ലാവരാലും സാക്ഷ്യം കൊണ്ടവനായ യേശു ക്രിസ്തു, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപമറിയാത്ത, പാപമേശാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു എല്ലാവരിലും ഉന്നതനാ. ഈ കുഞ്ഞാട് ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നടല ഓടിച്ച ആ ഭാഗം അങ്ങ് വിടാ. ഇവര് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. പക്ഷെ ഇവരെ പറ്റി എഴുതിക്കുന്നത് രക്ഷിക്കപ്പെട്ടതുമായി ഇവര് മിസ്രൈമിൽ നിന്ന് വന്നവരെന്ന, അങ്ങനല്ലേ? 23:22 ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. പൂർണ്ണമായിട്ട് മിസ്രൈം വിട്ടവരാണ്. മിസ്രൈം ഇടുന്നത് എങ്ങനാ? ഒന്ന്, രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം മനപ്പാടമാ. എന്നാലും സുവിശേഷ യോഗമല്ലേ, വായിച്ചോ? വായിക്കേണ്ട വാക്യമാണല്ലോ, അറിയേണ്ട കാര്യമാണല്ലോ. 19 ക്രിസ്തുവിനെ മരിച്ചു എന്നാൽ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും. പുറകെ പോലീസ് വരുന്നത് പോലെ ആണല്ലോ വായിക്കുന്നത്. പെപ്രാണപ്പെടാതെ വായിച്ചോ, സമാധാനത്തോടെ വായിച്ചു. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാ രക്ഷയുടെ അടിസ്ഥാനം. മിസ്രയീം വിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന്, ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. ഈ മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാണ്? വിട്ടെന്ന് പറഞ്ഞാൽ എല്ലാരും വന്നിരിക്കുന്നത് പാട്ടുമൊക്കെ പാടുന്നുണ്ട്. മിസ്രയീം ഇല്ലൊന്നു ആശ്വാസദേശമൻ മുന്നിൽ. എവിടെ കിടന്നാ പാടുന്നത്? മിസ്രയീമിൽ കിടന്നാ പാടുന്നത്. ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞ് പറവോന്റെ ഇളന്തിന്നെ കിടന്നാ പാടുന്നത്. മിസ്രയീം വിട്ടതിൽ പുള്ളിയുടെ ശൈലിയാ. പുള്ളി പറഞ്ഞ് പറവോനും പെമ്പളയും കൂടെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ നമ്മുടെ ഇളന്തിന്നെ കിടന്നാന്നുള്ളി ഈ വിഡ്ഢി പാടുന്നത്. എന്തുവാ? മിസ്രയീം വിട്ടതിൽ. മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാണെന്നറിയാമോ? ചെങ്കടല് കടന്ന് അക്കരെ ചെന്ന് കഴിയുമ്പോഴാണ് മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത്. ചെങ്കടലിന്റെ തീരം വരെ മിസ്രയീമിന്റെ അധികാര സീമയിൽപ്പെട്ടതാണ്. എന്നാൽ ചെങ്കടലും കടന്ന് അക്കരെ കയറിയാൽ അത് വേറൊരു രാജ്യമാണ്. അവിടെ ഫറവോന് അധികാരമില്ല. അങ്ങനെയെങ്കിൽ മിസ്രയീം വിടുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, രക്ഷാനിർണയം പ്രാപിക്കണം. രണ്ട്, ചെങ്കടല് കടക്കണം. ചെങ്കടൽ എന്നുള്ളത് സ്നാനത്തിന് മുൻകുറിയാണ്. എന്ന് പറഞ്ഞാൽ നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഈ നമ്മുടെ സ്നാനം പിള്ളേരെ സ്നാനപ്പെടുത്തുകയല്ല, പ്രായമുള്ളവരെ മുക്കുകയല്ല. എന്നാ പ്രായമായി അപ്പച്ചൻ പോകുന്നതിന് മുന്നേ മുങ്ങിക്കോ? അല്ലല്ല. വള്ളക്കാലി പണ്ടൊരു അപ്പച്ചനെ മുക്കി, എം.ഇ. വർഗീസ് അപ്പച്ചനെ മുക്കിയെന്നാ കേട്ടത്. സ്തോത്രം. അങ്ങോട്ട് മുക്കി വെച്ച് പൊങ്ങി ഉടനെ പുള്ളി തൂത്തേച്ചു. പിള്ളേരോട് ചോദിച്ചു, സൂക്കേട് തീർന്നല്ലോ എന്ന്. പിള്ളേർ അന്നത്തെ കാലത്തൊക്കെ ഗൾഫില്ല. പിള്ളേരെല്ലാം സ്നാനപ്പെട്ടു. അപ്പം മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഒടുവിൽ പിള്ളേർ പറഞ്ഞ് മുങ്ങുമെന്ന് എല്ലാം കൊടുക്കണ്ടേ, മേടിക്കണ്ടേ. ഒടുവിൽ ഗത്യം തരമില്ലാതെ അപ്പൻ മുങ്ങാൻ തീരുമാനിച്ചു. മേക്കാട്ട് വേവിച്ചാരം കണ്ടാ മുക്കിയത്. മുക്കി വെച്ച് പൊങ്ങിയപ്പം പുള്ളി ചോദിച്ചു, സൂക്കേട് തീർന്നല്ലോ എന്ന്. പുള്ളി അങ്ങ് പോയി. ഇത് സൂക്കേട് തീർക്കുന്ന മാർഗമല്ല, യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. തിരുമൂലപുരത്തും ജോർജ് കുട്ടി പണ്ട് മുക്കി. ഞാനിവിടെ പോണ്ട എനിക്ക് വന്ന് ആ തോണ്ടറക്കടവില്ല, നമ്മുടെ തോണ്ടറക്കടവില്ല മുക്കി അങ്ങോട്ട് വിട്ടപ്പോൾ അവൻ ഉണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി.
മുക്കിയ പുള്ളി നോക്കി നിൽക്കുക. അവൻ 2 പ്രാവശ്യം ഉണ്ടയിട്ട് പതച്ച് തിരിഞ്ഞു പോലും നോക്കില്ല. ന്യായമായിട്ട് അക്കരെ ചെന്നപ്പോഴെങ്കിലും ഒന്ന് നോക്കണ്ടേ. അവൻ നേരെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണാട്ടിപ്പുഴ കറിയാക്കുട്ടിയുടെ വീട്ടിൽ കയറിയിരുന്നു, തെങ്ങേലിയിലെ. പുള്ളിക്ക് അറിയാതല്ല, അതുകൊണ്ടായി പറയുന്നത്. എനിക്ക് നിങ്ങൾ കണ്ണാട്ടിപ്പുഴക്കാരുമായിട്ട് ഇച്ചിരി ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. തെങ്ങേലി അറിയാം. പിന്നെ മുക്കി വിട്ടപ്പോൾ അവനുണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. നോക്കി പോലുമില്ല. ഒരു കുട്ടി നോക്കി നിൽക്കുക. അപ്പൊ പിന്നീട് അറിഞ്ഞ അവന് ഇച്ചിരി ഇളക്കമുള്ളവനാ. വെള്ളം ചെവി കയറിയപ്പോൾ ഇളകിയതാ. അവനെ മുക്കി. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം, യേശു ക്രിസ്തുവിനെ ധരിക്കാനാ, യേശു ക്രിസ്തുവിനോട് ചേരാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ദൈവത്തിന്റെ കൽപ്പനയാ. യേശു മാതൃക കാണിച്ചു. അപ്പൊ ചെങ്കടൽ കിടക്കുക എന്ന് പറഞ്ഞാൽ സ്നാനമാ. പ്രായമുള്ളവരെ മുക്കാൻ വ്യവസ്ഥയില്ല, പിള്ളേരെ മുക്കാൻ വ്യവസ്ഥയില്ല, കല്യാണം നടത്താൻ വേണ്ടി മുക്കാനും വ്യവസ്ഥയില്ല. വേറെ പുസ്തകത്തിലെ വ്യവസ്ഥ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. എന്തോ വിശ്വസിക്കുന്നവർ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്നെന്നും അവിടുത്തെ ജീവിതവും അവിടുത്തെ ശുശ്രൂഷയും അവൻ നമുക്ക് പ്രയോജനമാണെന്നും അവിടുത്തെ മരണവും അടക്കവും പുനരുത്ഥാനവും അവിടുത്തെ തിരുമരണത്താൽ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ മുഴുവൻ പാപങ്ങളും പരിഹരിക്കുമെന്നും ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ വീണ്ടും വരുമെന്നൊക്കെ വിശ്വസിച്ച് ആ വിശ്വാസം കൈക്കൊള്ളുന്നവരാ വെള്ളത്തിൽ മുങ്ങുന്നത്. ഇതിപ്പോ കല്യാണം നടത്താൻ മുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. എന്നതാന്ന് പോലും ഒരു തന്നെ മുക്കിയപ്പോ അവനെ ഇച്ചിരി വെള്ളവും കൂടെ വായിലൊഴിച്ച് കുലുക്കി ഒടിക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ടാ വെള്ളത്തിലിറങ്ങുന്നത്. മുക്കിയപ്പോ അവനെ ഇച്ചിരി വെള്ളം കൂടെ എടുത്തു 3 പ്രാവശ്യം തുപ്പിയച്ച് വലിയ കല്യാണത്തിന് വേണ്ടി മുക്കിയതാണ്. കാരണം പിറ്റേ ആഴ്ച അവൻ്റെ കല്യാണം. ഇത് കല്യാണത്തിന് വേണ്ടി അല്ല മുക്കുന്നേ. കൊച്ചുമക്കളോട് പറഞ്ഞു മുങ്ങ്. അവൻ പറഞ്ഞു ഞാൻ മുങ്ങടാ. ഇപ്പോഴാന്നേ സെൻട്രൽ പാസ്റ്റ് കൊണ്ട് തോട്ടി വെള്ളവും അതിനൊന്നും അല്ല മുക്കുന്നത്. എന്തിനാ മുങ്ങുന്നത്? യേശുവിനോട് ചേരാനാ. ആര് മുങ്ങണം? വിശ്വസിക്കുന്നവർ മുങ്ങണം. ഞാൻ പറയാനുണ്ട്, ഇസ്രായേൽ മക്കളെല്ലാം വിശ്വാസത്താലാ മുങ്ങിയത്. അല്ല, ഇസ്രായേൽ മക്കൾ സ്നാനപ്പെട്ടു, മിസ്രയീമിന് സ്നാനപ്പെട്ടു കേട്ടോ. അവർ സ്നാനപ്പെട്ടു, 2 കൂട്ടരും സ്നാനപ്പെട്ടു. പിന്നെ ഒരു വ്യത്യാസം, ഇസ്രായേൽ മക്കൾ മുങ്ങി പൊങ്ങി, മറ്റവർ മുങ്ങി പിന്നെയും മുങ്ങി. വായിച്ചേ 11:29. എബ്രായ ലേഖനം, പുറപ്പാടിലൊന്നുമില്ല. എബ്രായർ 11:29. കീറരുത്, എബ്രാളം കയറി. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ, വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്ന്. കണ്ടോ? വിശ്വാസത്താൽ അവർ, ആരാ? ഇസ്രായേല് കടലിൽ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്തത്, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന് മനസ്സിലായി. വിശ്വാസത്താൽ അവർ, ആരാ? ചോരത്തളി ആചരിച്ചവർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ. വിശ്വാസത്താൽ അവർ രക്ഷിക്കപ്പെട്ടവർ. ജാമൻ സ്തോത്ര കരകിലുന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നത് വിശ്വാസത്താൽ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവര് മുങ്ങുന്ന കണ്ടോണ്ട് മാനസാന്തരവും രക്ഷാനിർണയവും പ്രാപിക്കാത്തവനെല്ലാം കൂടെ മുങ്ങി, അവനെല്ലാം പിന്നെ മുങ്ങി. അതാ നമ്മുടെ കൂടെ മുങ്ങിയ പല പുള്ളിക്കാരും ഇപ്പൊ പൊങ്ങാതെ ഇരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ കാണുമ്പോൾ ചോദിക്കുക, എവിടാ? ഞാൻ ഇന്നടുത്താ സ്നാനപ്പെടണം. ഞാൻ മുങ്ങിയതാ. ആരാ മുക്കിയ? തെങ്ങേലി അച്ഛൻ. അച്ഛൻ എന്ത് ചെയ്യാ? അച്ഛൻ പിന്നെയും തിരിച്ചു പോയി. മണർകാട്ടച്ഛൻ, പുള്ളിയും പോയി. അങ്ങനെ ഒത്തിരി പേര് പോയി. ദൈവകൃപ കൊണ്ട് ദൈവനാമ മഹത്വത്തിന് പറയാ. എൻ്റെ അറിവിൽപ്പെട്ട കാര്യം പറയുന്നതേ ഉള്ളൂ. കാനോച്ചൻ ഇതുവരെ പോയില്ല. ശാരീരിക ക്ഷീണത്തോട് ഇപ്പോഴും വീട്ടിൽ വിശ്രമിക്കുക, ഇതുവരെ പോയില്ല. തെങ്ങേലി അച്ഛൻ തിരിച്ചങ്ങ് പോയി. മണർകാട്ടച്ഛന് ഒരു താടിക്കാരൻ അച്ഛൻ. നമുക്ക് പിന്നെ ഒരാളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അങ്ങ് കളത്തുകല്ലോ. ഇത് എന്നതാ എന്തുവാന്ന് പോലും ഒരു വെളിവുമില്ല. ഇച്ചിരി കിട്ടിയാൽ മതി. പിന്നെ അവൻ ആ മെയിന്. എടാ, ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവനെ അവിടെ ഇരുത്തണം.
അവിടെ ഇരുത്തണം. പ്രമാണം എന്നാ, ഉപദേശം എന്നാ, പ്രതിഷ്ഠ എന്നാ, വിശ്വാസം എന്നാ, അടിസ്ഥാന പ്രമാണം എന്നാന്ന് അവൻ പഠിക്കണം. പഠിച്ചേച്ച് വേണം അവനെ സ്റ്റേജ് കയറ്റാൻ. അങ്ങനെ അല്ലല്ലോ പലയിടത്തും, അങ്ങനല്ലെന്ന്. അവനെ പിടിച്ചു ഉരുട്ടി സ്റ്റേജൊക്കെ കയറ്റി. ഞങ്ങളുടെ കൺവെൻഷന് വന്ന് സാക്ഷി പറയണേ, ഇവൻ ഇതെന്നതാന്ന് പോലും നമ്മുടെ കല്ലിശ്ശേരിയിലെ തങ്കച്ചായന്, ചേലാമുടി തങ്കച്ചായന് പറഞ്ഞതാ. നമ്മുടെ ന്യൂ ഇന്ത്യ സഭയുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ടി എം കുരുളയുടെ അപ്പൻ ചേലാമുടി തങ്കച്ചായൻ, കുണ്ടംകൊടി തങ്കച്ചായൻ കടന്നുപോയി. പരിശോധന എല്ലാവരുടെ പോവുക, വിളിച്ചു പറയുക, ബാക്കിയൊക്കെ വിളിച്ച് പറയുക ജീപ്പേല്. അപ്പം പുതുതായിട്ട് വന്ന ഒരുത്തനും ജീപ്പേലുണ്ട്. ഇവൻ ഇതെന്നെ അന്ന് പോലും അറിയാൻ മേല. അവരെല്ലാം വിളിച്ച് പറഞ്ഞു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, മൈക്ക് കൂടാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭീമ പറഞ്ഞു, ഞാനും വിളിച്ച് പറയാം. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ആയിട്ടില്ല, അവിടെ ഇരിക്കേ. പിന്നെ ഇവൻ അങ്ങ് നിർബന്ധം, ഞാൻ പറയാമെന്ന്, എനിക്കറിയാമെന്ന്. അപ്പം വേണ്ടാന്ന് പറഞ്ഞു. ഇവനെ അവിടെ ഇരുത്തി. ഇവർ നാരങ്ങാ വെള്ളം കുടിക്കാൻ പോയപ്പം ഇവൻ പെട്ടെന്ന് മൈക്കെടുത്തേച്ച് പറഞ്ഞു, കർത്താവാകുന്ന യേശുക്രിസ്തു വരുന്നു, എല്ലാവരും ഓടിക്കോളാൻ എന്ന് പറഞ്ഞാൽ എറപ്പുഴ പാലത്തിൻ്റെ അവിടെ നിന്ന് എല്ലാവരും ഉമയാറ്റുകാർ വഴിയായിരിക്കും ഓടുന്നത്. ഇവന് വല്ല വെളിവുണ്ടോ? ഇവൻ്റെ ഈ മൈക്ക് കൊടുക്കാവോ? അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല. പുതുതായിട്ടൊക്കെ വരുന്നവരെ മൈക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവന് ഉപദേശം അറിയാൻ മേല, പ്രമാണം അറിയാൻ മേല, ഇത് പെന്തിക്കോസ് എന്നാന്ന് ഇവന് അറിയാൻ മേല. അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പിന്നെ നമ്മൾ കിടന്ന് കുഴയേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഉപദേശം എന്നാന്ന് പഠിക്കണം. കുറഞ്ഞ പക്ഷം നീ പെന്തിക്കോസ് ഉപദേശം എന്താന്ന് പഠിക്കേ. സ്തോത്രം. അവനെ അവിടെ ഇരുത്തണം. ഇവനിത് അറിയണം ഇതെന്നാന്ന്. അല്ലെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും, മൊത്തം ഇത് കുഴയും. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. അപ്പോൾ വിശ്വാസമുള്ള ഇസ്രായേൽ മക്കള് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ മുങ്ങുന്ന കണ്ടോണ്ട് രക്ഷാനിർണയം പ്രാപിക്കാത്തവ മുങ്ങി, അവൻ അതോടെ മുങ്ങി. നമ്മുടെ സ്നാനമേ പ്രായമുള്ളവരെയും പിള്ളേരെയും ഒന്നും മുക്കുന്നതല്ല, വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. വിശ്വാസ സ്നാനം അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുകൽ സ്നാനമാണ്. എങ്ങനെയാണ് മുഴുകൽ സ്നാനം? അത് യേശു കാണിച്ചു തന്നല്ലോ. യോഹന്നാൻ സ്നാപകന് യേശു വെള്ളത്തിലിറങ്ങി, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വെള്ളത്തിൽ മുക്കി. അങ്ങനെ ആ ശരിയായ സ്നാനം, ആ സ്നാനം അനുഷ്ഠിക്കണം. അപ്പോൾ സ്നാനപ്പെട്ട് മറകര കയറുമ്പോൾ ആ മിശ്രയും പൂർണ്ണമായിട്ട് വിടുന്നത്. അപ്പോൾ ആഭിചാരം പറ്റാത്തതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം, ഇവര് മിശ്രയും വിട്ട ദൈവമക്കളാ. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് അവൻ ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് ഒരാഭിചാരവും പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നീ രക്ഷാനിർണയം പ്രാപിക്കണം. രക്ഷാനിർണയം പ്രാപിച്ചവർ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് വേണം മറുകര കയറാൻ. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ഒരാഭിചാരവും പറ്റത്തില്ല. ഒരു വാക്യം കൂടെ വായിച്ചു. ആഭിചാരം പറ്റാത്തതിൻ്റെ ഒരു കാര്യം, അത് നമ്മൾ പകലൊരു കാര്യം ചെയ്ത് സമയം എന്തോ 9 ആയോ 9:30 9:15 9:30 നിർത്തട്ടെ, അതോ 9:45 അതോ 10? ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പേടിക്കണ്ട, പെട്ടെന്ന് നിർത്താം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഒന്ന്, ഇവര് മിശ്രയും വിട്ട ദൈവമക്കളാ. മിശ്രയും വിടുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് മറുകര കയറുക. അതാ മിശ്രയും വിടുക. മിസ്രയീമിന്റെ അതിരെ നിന്നാലൊന്നും മിസ്രയീം വിട്ടെന്ന് പറയാനൊക്കത്തില്ല. ചെങ്കടലും കടന്ന് അങ്ങേക്കരെ കയറുമ്പോൾ അത് വേറെ രാജ്യമാണ്. അവിടെ മിസ്രയീം ഈ ശക്തി നിന്നെ തൊടുകയല്ല, ഒരാഭിചാരവും നിനക്ക് പറ്റത്തില്ല. 1. 2, മിസ്രയീം ആഭിചാരമേക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാര്യം നമ്മൾ പകലൊന്ന് ചിന്തിച്ചതാ, പറഞ്ഞങ്ങ് വിട്ടേക്കാം. 23:9 വായിച്ചോ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവൻ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം പറയാൻ വേർപാട്.
ആ വിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം, ഇവര് വേർപാട് പാലിച്ച ദൈവമക്കളാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിചാരം നിനക്ക് പറ്റാതിരിക്കണമെങ്കിൽ, ആ വിചാര ശക്തി നിന്നെ തൊടാതിരിക്കണമെങ്കിൽ, പെന്തിക്കോസുകാരോട് ഞാൻ കർക്കശമായി പറയുക, കർക്കശമായി വേർപാട് പാലിക്കണം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ഇപ്പം സഭയ്ക്കകത്തൊന്നും വേർപാട് പറയാൻ ഒക്കത്തില്ല. പറഞ്ഞാൽ പ്രശ്നമാണ്. പാസ്റ്റർമാർ കുറഞ്ഞ സ്ഥലം മാറ്റം തരും. ഒന്നേ സെൻറ്ററിൽ കത്ത് കൊടുക്കില്ല, കുമ്പനാട്ട് കൊടുക്കുക. IPC ആണ്, ചർച്ചക്കോടാന്ന് മുളക്കൊടയല്ലേ, അസംബ്ലീസ് കോടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കോഴിക്കോട്ടാന്ന് തോന്നുന്നു, അവിടെയൊക്കെ അങ്ങ് പുനലൂരാ. ഷാരോനാണെങ്കിൽ തിരുവല്ലായില്. ശരിക്കും പ്രമാണവും ഉപദേശവും പറഞ്ഞാൽ അന്നേരം പ്രശ്നമാണ്. അതുകൊണ്ട് പാസ്റ്റർമാർ വല്ല ഒരു പൊത്തുവരുത്തത്തിൽ ഇങ്ങനെ അങ്ങ് പോവുക. ഒരു കാര്യം പറയാം, വേർപാട് ഉപദേശം ശക്തമായി പറയണം. സ്തോത്രം. ഉപദേശം പഠിപ്പിക്കണമെന്നല്ലേ പുസ്തകത്തിലെ വാക്യം. ശക്തമായിട്ട് ഉപദേശം പറയണം. ആ വാക്യം ഒന്ന് വായിച്ചോ. ആ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, ആ 6-ാം അധ്യായത്തിന്റെ 14 മുതലല്ലേ, ഇന്നലെ വായിച്ചതല്ലേ, ഒന്ന് വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ന്റെ 14 മുതൽ. പെട്ടെന്ന് വായിച്ചോ. പെട്ടെന്ന്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. അവരോട് മിണ്ടരുതെന്നല്ല, ഇണയില്ലാപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. പിന്നെ വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മയുണ്ടോ? പിന്നെ ക്രിസ്തുവിന് ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? പിന്നെ അല്ല വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് ഓഹരി? പിന്നെ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല ഓടിച്ചു വായിര്. ഞാൻ അവരിൽ വസിക്കുകയും അവരിടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർക്ക് ജനവുമാകും എന്ന ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നത് വേർപാടിന്റെ ഉപദേശമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിചാരം പറ്റാതിരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, കർക്കശമായ വേർപാട് പാലിക്കണം. ജാതികളുടെ മര്യാദയൊന്നും പഠിക്കരുത്. ജാതികളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കീഴ്വഴക്കൾ ഇതൊന്നും പാടില്ല. എഫേസ്യ ലേഖനം 2:2 വായിക്കുന്നത്, ആമേൻ സ്തോത്രം, ആ ജാതികളുടെ യാതൊരു കാര്യവും ഇതിനകത്ത് കൊണ്ടുവരരുതെന്ന്. മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ. 2:2 വായിച്ച്. എഫേസ്യ ലേഖനം 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കാരന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ. നേരത്തെ നമ്മൾ അങ്ങനെയൊക്കെ നടന്നവരാ. ഇനി പാടില്ല, വേർപാട് പാലിക്കണം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി. ലോകക്കാർക്ക് ചില രീതികൾ ഉണ്ടാകുന്ന ദൈവമക്കൾക്ക് പാടില്ല. പകല് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു, 1-2 കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കാം. വേർപാടിനെ ആസ്പദമാക്കിയ ഈ രക്ഷിക്കപ്പെട്ട് കൃപയെ വന്നിട്ട് ഇപ്പോഴും ചില പെന്തിക്കോസുകാർ നാള് നോക്കുന്നവരുണ്ട്. നാള് ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഇനി അഥവാ നോക്കിയില്ലെങ്കിൽ ഇടയ്ക്ക് പറയും, ഞങ്ങളുടെ തങ്കമ്മയുടെ ആയില്യമാണ്, അമ്മാമ്മയുടെ, എൻ്റെ അത്തവ, എൻ്റെ അനിയത്തി സൂസിയുടെ മകവ. അതല്ലേ അവർക്ക് വെച്ചടി കയറ്റം. പിന്നെ മകൻ പറന്ന മങ്കയെ കാലം തുറന്നിരുന്നാൽ മതി. പെന്തിക്കോസിലാണെങ്കിലും ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്ന്, നോക്കുന്നവരും ഉണ്ടെന്ന്. ഇതെന്തിനാ ഇവിടെ ഇല്ലി വെച്ചേക്കുന്നത്? അത് അവിടുത്തെ തള്ളയ്ക്ക് ആയില്യമാണ് ആള്. അപ്പം ആരാണ്ട് വന്ന് പറഞ്ഞു പോലും ഇത്. ഇന്ന് ഒരു സംഭവം ഞാൻ കേട്ടു. ഒരു തള്ള ചാകാൻ കിടക്കുക, ചാകുന്നില്ല. എനിക്കൊന്ന് മാർത്തോമക്കാരാണെന്ന് തോന്നുന്നു, ചാകുന്നില്ല. അപ്പം ആരാണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു, തുളസി വെള്ളമാണെന്ന് തോന്നുന്നു, വെള്ളം. എന്നിട്ട് സ്വർഗസ്ഥനായ പിതാവേയും ചൊല്ലി വെള്ളം കൊടുത്താൽ മതി, ചത്തോള് വന്നു. വട്ട ഇതിനല്ല, വെറും വട്ടല്ല, മുതുവട്ട്. ഇവിടെ ആയുസ് തന്നത് ദൈവമാണ്. നീ തുളസിയിലയും വെള്ളം കൊടുത്ത് ആരിയാകാനാ? അങ്ങനെ ആണെങ്കിൽ കുറച്ച് വെള്ളവും തുളസിയിലയും എനിക്കും ആവശ്യമുണ്ട്. ഈ വിഡിത്തമൊക്കെ വിളിച്ചു പോവാതിരിക്കണ്ടേ? ഇപ്പോഴും നാളെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം പറയാം, വേർപെട്ട ദൈവമക്കൾ ഇങ്ങനെയുള്ള ആചാരങ്ങൾ പാടില്ല. അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം, അനിടം, അങ്ങനെയുള്ള നാളുകൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നോക്കുമായിരുന്നു. ഇനി അത് പാടില്ല. ഉണ്ടോ? ഇല്ല. നാളെ നോക്കാമോ? പാടില്ല. ഇപ്പം എന്നാലും നമ്മൾ ഇപ്പോൾ ഒരു നാൾ നോക്കുന്നുണ്ട്. ഏത് നാളാ? അത്തം മുതൽ ചിത്തിര, ജ്യോതി, വിശാഖം, ഇങ്ങനെ താഴോട്ട് രേവതി വരെ ഇപ്പം നമ്മൾ നോക്കത്തില്ല. നേരത്തെ നോക്കുമായിരുന്നു, അറിയായ്മയുടെ കാലത്ത്. എന്നാൽ ഇപ്പം നമ്മൾ ആ നാള് നോക്കത്തില്ല. പക്ഷെ നമ്മൾ വേറൊരു നാള് നോക്കിയിരിക്കുക. ഏതാ? ഉറക്കെ പറഞ്ഞു. കർത്താവിൻ്റെ നാള് നോക്കിയിരിക്കുക.
TPM-കാരൊരു പാട്ട് പാടും, മൊത്തം പാടുന്നില്ല, അറിയാവുന്നൊരു കൂടെ പാടിക്കോ. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ പാടിക്കോ പാടിക്കോ. ഇത്രയിലും ഒപ്പിച്ചല്ലോ വലിയ കാര്യം. ആട്ടെ, ഒരു കാര്യം ഓർപ്പിക്കാം, കർക്കശമായ വേർപാട് പാലിക്കണം. ജാതികളുടെ മര്യാദകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാടില്ല. ദൈവമക്കൾ വേർപെട്ട ദൈവമക്കളാണ്. ഒത്തിരി കാര്യമുണ്ട്, ഞാനതെല്ലാം ഇപ്പൊ കൺവെൻഷൻ ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. ആമേൻ. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം വേർപാട് പാലിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർ കാണിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ആചരിക്കുന്നതും നമുക്ക് പാടില്ല. ഓണമൊന്നും ആഘോഷിക്കാൻ പോകരുത്. പെന്തിക്കോസുകാർ തൂഷണയൊക്കെ വെട്ടിയിട്ട് നല്ല പെരുക്കുന്നത്. ഏത്തക്കായൊക്കെ മേടിച്ച് ഉത്രാടച്ചന്തയ്ക്ക് തന്നെ പോയി എല്ലാം മറത്ത് കോരി ശർക്കര വരട്ടി. പിള്ളേർ പറഞ്ഞെന്ന് സേമിയ പായസം മതിയെന്ന്. പ്രഥമൻ ഉണ്ടാക്കാനാ ഇരുന്നത് മിക്കവാറും. നീ വേർപാട് പാലിക്കണം കേട്ടോ. ക്രിസ്തുമസ് കേക്ക്, ഈസ്റ്ററിൻ്റെ അപ്പം, പെന്തിക്കോസുകാരുടെ ഇഷ്ടാർ ദേവിയുടേതായി ഈസ്റ്റർ. ഇഷ്ടാർ ആരാ? നിമ്രോദിന്റെ സെറാമീസ്, അത് പിന്നെ ഇഷ്ടാറിൽ നിന്ന് ലോപിച്ച ഈസ്റ്റർ, അതൊക്കെ ആചരിക്കുന്നത്. ദൈവമക്കൾക്ക് ഇത് പാടില്ലെന്നാ പറഞ്ഞത്. വേർപാട് ഉപദേശമായത്. ഇഷ്ടപ്പെടുകയല്ല, മുഖമെല്ലാം വല്ലാതായല്ലോ. ബൈബിളിന്റെ സിപ്പൊക്കെ ഇട്ട് കാണിക്കുന്നു. ഇയാളങ്ങ് നിർത്താൻ മൂക്കായിരുന്ന കണ്ണട എടുത്ത് മടക്കി വെക്കുന്നത് ഞാൻ കണ്ടു. ബാഗും തപ്പുന്ന കണ്ടു. ഞാൻ ഇങ്ങോട്ടൊന്നാനും തിരിഞ്ഞ് അന്നേരം ഓടാനും ഇരിപ്പുണ്ട് ചെല്ല്. ഇനിയിപ്പോൾ ഞാൻ അധികം പുറകോട്ട് തിരിയുന്നില്ല. ഉപദേശം പറഞ്ഞാൽ ഇഷ്ടമല്ലെന്ന്, വേർപാട് ഉപദേശമേ. ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാ, നീ കർക്കശമായി വേർപാട് പാലിക്കണം. ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവർ മിശ്രയും വിട്ടുവന്നവരാ. 2, വേർപാട് പാലിച്ചവരാ. ഒരു കാര്യം കൂടെ വായിച്ച് ഞാൻ അങ്ങ് നിർത്താം. അതുകൂടെ പറയാനേ സമയമുള്ളൂ. നമ്മുടെ സമയം അന്നേരമാകും. ഒരു കാര്യം കൂടെ 10-12 കൂട്ടം കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ആഭിചാരം പറ്റാത്തതിന്റെ മൂന്നാമത്തെ കാര്യം, ആ 23-ാം അധ്യായത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ചേ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മതി. ഇതിന് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി അങ്ങ് നിർത്താം. ആഭിചാരം പറ്റാത്തതിന്റെ മൂന്നാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇന്ന് രാത്രി കാട്ടുപോത്തിന് തുല്യമായ ബലത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവഭക്തന് ഒരാഭിചാരവും പറ്റത്തില്ല. ഓടിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ സംഖ്യാപുസ്തകം 23-ന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കൊടുത്തത് കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടെന്ന. എന്നാൽ ഇവരെ പറ്റി 21-4 വായിക്കുന്നത് ക്ഷീണിച്ചെന്ന. വായിച്ച 21-4 ക്ഷീണിച്ചെന്ന. 21-4 പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ പർവ്വതത്തിൽ നിന്ന് ചെങ്കട വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. മനസ്സ് ക്ഷീണിച്ച ശരീരവും ക്ഷീണിക്കും. അപ്പോൾ 21-4 വായിക്കുന്നത് ക്ഷീണിച്ചു. 20-ാം അധ്യായം പ്രധാനപ്പെട്ട അധ്യായമായി. 20 പ്രധാനപ്പെട്ട അധ്യായം എന്തുവാ? 1 ആമേൻ മിരിയാം മരിച്ചു, 2 അഹരോനും മരിച്ചു 20-ല്. എന്നാൽ 21-ൽ ക്ഷീണിച്ചു. 21-4 പറയുക, പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടലി വഴി ആ യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഞാൻ വിശദീകരിച്ച് വാക്യങ്ങൾ ചേർത്ത് കൊടുത്ത് പറയുന്നില്ല. പ്രധാന പോയിന്റ് പറഞ്ഞ് അങ്ങ് നിർത്തുക. ദൈവത്തിന് ഒരു 4-5 മിനിറ്റ് കൂടെ ഒന്ന് സഹകരിച്ചാട്ടെ. ഇവരെ ക്ഷീണിച്ചു. 21-4 ക്ഷീണിച്ചു. ക്ഷീണിക്കാൻ കാര്യമെന്നാ? വഴി നിമിത്തം. മാത്രമല്ല, ക്ഷീണിച്ചപ്പോൾ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ക്ഷീണിക്കുമ്പോഴാണല്ലോ അന്തുമിന്തുമൊക്കെ പറയുന്നത്. ഇവര് പറഞ്ഞു, ഈ സാരമില്ലാത്ത ഈ ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണെന്ന്. ഏതാ? മന്ന ശക്തിമാന്മാരുടെ അപ്പമാ, ഇത് മല്ലന്മാരുടെ ഭോജനമാ, ഇത് സ്വർഗീയ ധാന്യമാ, ഇത് ദൂതന്മാർക്ക് കൊടുത്ത ബ്രെഡ്, അതാ മന്ന. ഇത് ക്രിസ്തുവിന് നെടല.
ഈ മന്ന ഇവര് നിന്ദിച്ചു. സാരമില്ലാത്ത ആകാരം വെറുപ്പാണ്. വചനത്തെ നിന്ദിക്കുന്നവനതിന് ഉത്തരവാദിയാ. അത്യുന്നതിനെ ആലോചനയോട് മത്സരിച്ചാൽ ഇരുളിലും അന്ധതമസിലും ഇരിക്കും, ക്ഷീണിക്കും, പിറുപിറുക്കും, തളരും. ഇവർ ക്ഷീണിച്ച് പിറുപിറുത്തപ്പോൾ മന്നയ്ക്കെതിരെ ഇവർ ആക്രോശിച്ച് ആവശ്യമില്ലാത്ത വാക്കുച്ചരിച്ചപ്പോൾ ദൈവം തമ്പുരാൻ അഗ്നി സർപ്പത്തെ അയച്ചു. അഗ്നി സർപ്പം വന്ന് ജനത്തെ കടിച്ചു. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് ജനമെല്ലാം മരിച്ചു, പിടുപിടാന്ന് മരിച്ചു. കടി കിട്ടാതിരിക്കാൻ ചിലർ ഓടി. മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഒരു താമ്രസർപ്പത്തെ ഉയർത്തണം. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ അവന് രക്ഷയാ. അതൊക്കെ വിസ്തരിക്കേണ്ട കാര്യമാ. താമ്രസർപ്പത്തിന്റെ പ്രത്യേകത അഗ്നി സർപ്പങ്ങളെന്ന, അങ്ങനല്ലയോ? അഗ്നി സർപ്പങ്ങൾ. എന്നാൽ കൊടിമരത്തിൽ ഉയർത്തിയത് സർപ്പമല്ല, ആമൻ വെറും സർപ്പം. ഒരു ഏകവചനമാ സർപ്പം. ആമൻ കൊടിമരത്തിൽ ഉയർത്തിപ്പെട്ട ഈ സർപ്പം യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. എന്റെ കർത്താവ് തന്നെ വിളിച്ചു പറഞ്ഞല്ലോ, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയത് പോലെ യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. എന്താ ഈ സർപ്പത്തിന്റെ ഒരു വിശേഷത? ഒന്ന് പറയാ. ആമൻ താമ്രം അടിച്ചടിച്ചടിച്ച് പരത്തി ആ സർപ്പത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ കാൽവരിയിൽ പീലാത്തോസിന്റെ കൽത്തളം മുതൽ അടിയേറ്റ് ഒരു സർപ്പമായി ഉയർത്തപ്പെട്ടു. യേശുവിന്റെ കാൽവരി മരണത്തിന് നിഴല ആ സർപ്പത്തേക്ക് നോക്കിയാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അങ്ങനെ ഇവർ രക്ഷപ്പെട്ടു. ഈ സർപ്പത്തിന്റെ കടിയേറ്റ് ജനമെല്ലാം ചിതറി. അങ്ങനെ ക്ഷീണിച്ചു, ചെതറിയവരെ പിന്നെ ഒടുവിൽ ഒന്നിച്ചു കൂട്ടി. അതാ 21:16 വായിച്ച് ഇടയ്ക്കത്തെ വാക്യമെല്ലാം ഞാൻ അങ്ങ് വിടുക. 21:16. അവിടെ നിന്ന് അവർ അവിടെ നിന്നവരെ ബേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇപ്പോൾ ഇത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറെ പൊങ്ങി വാ, അതിന് പാടുവിൻ. പ്രഭുക്കന്മാര് കുടിച്ച കിണർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള ഒന്നുകൂടെ വായിച്ചേ. തങ്ങളുടെ ദണ്ഡുകൾ കൊണ്ട് കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. അല്ല, 21:16 മുതൽ വായിച്ചേ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ കുടിച്ച കിണർ. ഒത്തിരി പറയാനുണ്ട്, ഒരു കാര്യം പറയാം. മോശയോട് ദൈവം പറഞ്ഞു ജനത്തെ ഒന്നിച്ചു കൂട്ടണം. ബേരിലോട്ട് വന്ന്, ബേരിന്റെ പണ്ടത്തെ സ്ഥലമാണ് ശൂര് തന്നെ പേര്. ബേരിലേക്ക് കൊണ്ടുവന്ന് ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞു ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാര് കുടിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ടുകൊണ്ട് കുത്തിയ കിണർ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഒരു പദം എടുക്കാനേ ഇപ്പൊ നേരമുള്ളൂ. പ്രഭുക്കന്മാര് കുടിച്ച കിണർ. അപ്പോൾ ബേരിൽ വന്ന് കിണറ്റിൻകരെ വന്നു. വെള്ളം പൊങ്ങി വരാൻ പാടണം. ഇവര് പാടിയപ്പം വെള്ളം പൊങ്ങി വന്നു കിണറ്റിൽ നിന്ന്. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുടിച്ച കിണറാ. നിങ്ങൾ ശ്രദ്ധിക്കണം. 21:4 ക്ഷീണിച്ചവരെ പറ്റി 23:22 പറഞ്ഞ കാട്ടുപോത്തിന് തുല്യമായ ബലം. ആ ബലം എങ്ങനെ വന്നെന്നാ തെളിയിക്കുന്നത്. 21 ക്ഷീണിച്ചവരാ, പക്ഷെ 23 കാട്ടുപോത്തിന് തുല്യമായ ബലം വന്നു. ബലം വന്ന വഴിയാ പറയുന്നത്. ക്ഷീണിച്ച് വശം കെട്ടുപോയവരെ കിണറ്റിങ്കരെ കൊണ്ടുവന്നിച്ച് പറഞ്ഞു, നോക്കി നിൽക്കാതെ, ആള് കളിക്കാതെ, ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞിരിക്കാതെ കൈയടിച്ച് പാടാൻ പറഞ്ഞു. പാട്ട്. സഭയിലൊക്കെ വന്ന് ആള് കളിച്ചിരിക്കുന്ന ഒത്തിരി വിദ്വാൻമാര് പാട്ട് പാടത്തില്ല. പിള്ളേർ പാടുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, ആരെ വിഴുങ്ങണ്ടെന്ന് ഓർത്ത്. പിന്നെ ചിലപ്പോൾ ഒത്തെങ്കിൽ ആ കൈ, വലത്തെ കൈ ഇടത്തെ കൈയുടെ നടുക്ക് ഇങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന് അമ്മമാര് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് അത് നടുക്ക് ഇങ്ങനെ കുഴയ്ക്കുന്നത്, ഇങ്ങനെ ചക്കരയും തേങ്ങായും വെക്കാൻ കണ്ടിട്ടുണ്ട്. സഭയെ വന്നിരിക്കുക. ഇന്നാളൊരു തന്നെ ഇരിക്കുന്നുണ്ട്, അവന് മെമ്പറാ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് ഈ കിണറ്റിൻകര വന്ന് പാട്ട് പാടാൻ പറഞ്ഞു. ഈ കിണറിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഒത്തിരി ഉണ്ട്. ഒരു കാര്യം പറയാം, പ്രഭുക്കന്മാര് കുത്തിയ കിണർ. അപ്പൊ ഈ കിണർ ആര് കുത്തി? ഇത് പ്രഭു കുത്തിയ കിണറാ. ആരാ പ്രഭു? അങ്ങനെയെങ്കിലും ഒറ്റ വാക്ക് പറയാ, ഇത് അബ്രഹാം കുത്തിയ കിണറാ. എന്ത് അബ്രഹാം അല്ലയോ പ്രഭു? ഹിത്യരോട് തൻ്റെ ഭാര്യ സാറായി മരിച്ചപ്പോൾ നിലം ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവളെ അടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഹിത്യര് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാ. സംഖ്യായിൽ വായിച്ചത് പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. അപ്പോൾ അബ്രഹാം പണ്ട് ഈ സ്ഥലത്തൊക്കെ വന്ന് കുടിയിരുന്നതാ. ഈ കിണർ കുത്തിയത് അബ്രഹാമാ. അതെന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? ഇപ്പം വേറെ ശുശ്രൂഷയൊന്നുമില്ല, എന്നാ 5-6 കിണർ
കുത്തിയേക്കാൻ വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ലല്ല, അബ്രഹാം കിണർ കുത്താനുള്ള വിശദീകരിക്കുന്നില്ല. കിണർ കുത്താൻ കാര്യം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഏകപക്ഷീയമായ ഉടമ്പടി ദൈവവുമായിട്ട് നടത്തി. കുർബാനാവിനെ പിളർന്നില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. പിളർന്നതോ പിളർക്കാത്തതോ അവിടെ ഇരിക്കട്ടെ. ഏതായാലും റാഞ്ചൻ പക്ഷി ഇറങ്ങി അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു, ഗാഠനിദ്ര വരുത്തി. ഒരു തീ ആമൻ കടന്നുപോയി, തീപ്പന്തം കടന്നുപോയി. അന്ന് രാത്രി ദൈവവും അബ്രഹാമും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി ചെയ്യേണ്ടതാ. പക്ഷേ ദൈവം മറികടന്നു. അബ്രഹാമിനോട് അന്ന് രാത്രി ദൈവം ഒരു കാര്യം പറഞ്ഞു: നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വത്സരം അവരവിടെ അടിമകളായി പ്രവാസികളായി ജാതിക്കാരെ സേവിക്കും. പക്ഷേ ഒരു കാര്യം നിന്നോട് ദൂത് പറയാ, ആമൻ അബ്രഹാമേ, അവറാച്ച 4ാം തലമുറക്കാര് ഇതിലേക്കൂടെ മടങ്ങി വരും. 15-ന്റെ 15-ഉം 16-ഉം വായിച്ചേ. 15-16 നീയോ സമാധാനത്തോടെ നിന്റെ അവറാച്ച, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. പിന്നെ നല്ല വാർദ്ധക്യത്തിൽ നീ അടക്കപ്പെടും. അടുത്ത 4ാം തലമുറക്കാർ ഇതിലേക്കൂടെ മടങ്ങി വരും. അപ്പോൾ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു: അവറാച്ച, പേടിക്കരുത്, ഭയപ്പെടരുത്, ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. 4ാം തലമുറക്കാർ ഇതിലേക്കൂടെ മടങ്ങി വരും. അബ്രഹാം വിശ്വാസ കണ്ണാൽ ഈ കാഴ്ച കണ്ടു. അന്ന് ഇസഹാക്ക് പോലും ജനിച്ചിട്ടില്ല, ഇസ്മായേൽ പോലും ജനിച്ചിട്ടില്ല. ഇസ്മായേലും ഇസഹാക്കും ജനിക്കാത്ത കാലത്താ സർവജ്ഞനായ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറയുക: ഇപ്പൊ പിള്ളേരൊന്നുമില്ലെന്നോർത്ത് ഭാരപ്പെടണ്ട, 4ാം തലമുറക്കാർ ഇതിലേ മടങ്ങി വരും. എന്റെ ഭാഷയിൽ പറയാം, അബ്രഹാം വിശ്വാസ കണ്ണാൽ മക്കളെയും കൊച്ചുമക്കളെയും കണ്ടു. ഇന്ന് രാത്രി വിടിരിക്കുന്നവർ വിശ്വാസ കണ്ണാൽ കാണണം. ആലയത്തിൽ ആത്മാക്കൾ വരുന്നത്, അനേകർ രക്ഷിക്കപ്പെടുന്നത്, അനേകർ സ്നാനപ്പെടുന്നത്, അനേകർ വേർപാട് പാലിക്കുന്നത്, അനേകർ അഭിഷേകം പ്രാപിക്കുന്നത്, രോഗികൾ സൗഖ്യമാക്കുന്നവർ, മുടന്തന്മാർ നടക്കുന്നത്, ചകിടന്മാർ കേൾക്കുന്നത്, ഊമര് സംസാരിക്കുന്നവർ, മരിച്ചവർ ഉയർക്കുന്നത്. വിശ്വാസ കണ്ണാൽ കാണണം. അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, 12 ഗോത്രപിതാക്കന്മാരെ കണ്ടു, യോസേപ്പിനെ കണ്ടു. അല്ല, എന്റെ ഭാഷയെ പറഞ്ഞ യോസേപ്പിന്റെ മക്കൾ മനശയെയും എഫ്രൈമിനെയും കണ്ടു. മനശയുടെ മകൻ മാഗീരിനെ കണ്ടു. മാഗീരിന്റെ മക്കളെയും അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, എന്റെ തലമുറകൾ 4ാം തലമുറക്കാർ മിസ്രയീം വിട്ടതിലേക്കൂടെ കടന്നു വരും. അങ്ങനെ വരുമ്പോൾ നടന്നും യാത്ര ചെയ്തും ക്ഷീണിച്ചും വരുമ്പോൾ അതുങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവാകുന്ന അബ്രഹാം വിശ്വാസത്താൽ ഇവിടെ കിണർ കുത്തി. ആ കിണറ്റിങ്കരെ തേണ്ട ജനത്തെ ക്ഷീണിച്ചവനെ കൊണ്ടുവന്ന് വെച്ച് ദൈവം തമ്പുരാൻ മോശ മുഖാന്തരം പറയുക: അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കയ്യും കെട്ടി ആള് കടിച്ച് ഞാൻ കമ്മിറ്റിയാ, സെന്റർ കമ്മിറ്റിയാ, കൗൺസിലിലെ ആളാ, ഞാൻ സെക്രട്ടറിയാ, ഖജാൻജിയാ, കുന്തം കോടാലി, നീ ഇത് പറഞ്ഞിരിക്കാതെ കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ ഈ കിണറ്റിങ്കരെ വന്ന് നീ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് രാത്രി നീ പാട്ട് പാടി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ദൈവദാസന്മാരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു സഹായമായിട്ട് എനിക്ക് അങ്ങോട്ടൊന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇനി വന്ന് എന്റെ കൈക്കൊന്ന് പിടിച്ചേ. ഇന്ന് രാത്രി ദൈവത്തിന് മകത നിങ്ങളിവിടെ നിൽക്കേ. ഏതായാലും ഇന്ന് രാത്രി എല്ലാം ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം വിശ്വാസ കണ്ണാൽ കിണർ കുത്തി. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കണം. ഈ രാത്രി നിന്റെ പ്രത്യാശ വർദ്ധിക്കണം. അവ സ്റ്റേജിലുള്ള ദൈവദാസന്മാരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. വിശ്വാസത്താൽ അബ്രഹാം കിണർ കുത്തി. എന്റെ ഭാഷയെ പറഞ്ഞാൽ അവ ഇസ്മായേൽ ഉണ്ടായിട്ടില്ല, ഇസഹാക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. ആരെ കണ്ടു? ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, ഗോത്ര പിതാക്കന്മാരെ, രൂബേനെ, ശിമയോനെ, ഗദ്ദാലിയെ, ആശൂറിനെ, ശെബൂലൂനെയും ലേവിയെയും ബെന്യാമീനെ കണ്ടു, യോസേഫിനെ കണ്ടു, മനശ്ശയെ കണ്ടു, എഫ്രൈമിനെ കണ്ടു, മാഗീരിനെ കണ്ടു. വിശ്വാസത്താൽ കിണർ കുത്തി. കാറ്റ് കണ്ടെന്ന് വരികയില്ല, കോള് കണ്ടെന്ന് വരികയില്ല, മഴ കണ്ടെന്ന് വരികയില്ല. വിശ്വാസത്താൽ ഇന്ന് രാത്രി കിണർ കുത്താം. നിന്റെ നിരാശ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, കെടുമതികൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. വിശ്വാസത്താൽ കിണർ കുത്താം. ആ കിണറ്റങ്കരത്ത് ക്ഷീണിച്ച തലമുറയെ കൊണ്ടുവന്നു പറയുക: പാട്ടുപാട്, വെള്ളം പൊങ്ങി വരിക. ഇങ്ങനെ പാട്ടുപാടി ഒന്നിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഈ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം ഇവര് കുടിച്ചു.
ഈ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. കാട്ടുപോത്തിന് തുല്യ ബലം. ഇന്ന് രാത്രി ആഭിചാരം പറ്റത്തില്ല. ആർക്കാന്നറിയാമോ? കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവമക്കൾക്ക് ഒരു ആഭിചാരം ഒന്നിനെ തൊടുകയില്ല. ആത്മനിറവിൽ, പരിശുദ്ധാത്മ നിറവിൽ, അന്യഭാഷ ഭാഷണത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരാവിചാരം ഒന്നിനെ തൊടുകയില്ല. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി പന്തലിൽ വെളിപ്പെടട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ പകർച്ച. ഓ ദിപികമന പടമല, ദിരിപികമല പടമല. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആ വിചാരം പറ്റത്തില്ല. 1 മിസ്രയീം വിട്ടവർക്ക്, 2 വേർപാട് പാലിക്കുന്നവർക്ക്, 3 കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള ദൈവമക്കൾക്ക്. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ.